ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു വേദഭാഗം വായിക്കുന്നു. സങ്കീർത്തനം 6:3-6 വരെ. എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു. നീയോ യഹോവേ എത്രത്തോളം? യഹോവേ, തിരിഞ്ഞ് എൻ്റെ പ്രാണനെ വിടുവിക്കണമേ. അങ്ങയുടെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ. മരണത്തിൽ അങ്ങയെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആർ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യും? എൻ്റെ ഞരക്കം കൊണ്ട് ഞാൻ തകർന്നിരിക്കുന്നു. രാത്രി മുഴുവനും എൻ്റെ കിടക്കയെ ഒഴുക്കുന്നു. കണ്ണുനീർ കൊണ്ട് ഞാൻ എൻ്റെ കട്ടിലിനെ നനയ്ക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 6-ാം സങ്കീർത്തനം നാം വളരെ പ്രാർത്ഥനയോടെ വായിച്ച് ധ്യാനിച്ച് പഠിക്കുമ്പോൾ ഇവിടെ ഒരു ദൈവഭക്തൻ്റെ നിലവിളിയാണ് നാം ശ്രവിക്കുന്നത്. ഭക്തനായ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ നാം പ്രത്യേകിച്ച് കാണുന്നത് അദ്ദേഹം അനുഭവിക്കുന്ന വേദനകളാണ്. സങ്കീർത്തനം 6:1 അദ്ദേഹം കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ഇത് ദൈവകോപമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: യഹോവേ, ദൈവമേ, അങ്ങയുടെ കോപത്തിൽ എന്നെ ശിക്ഷിക്കരുതേ. പിന്നത്തേതിൽ അദ്ദേഹം താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ശോധനകൾ, പരീക്ഷകൾ, വേദനകൾ, അത് ദൈവകോപത്തിൻ്റെ അനന്തരഫലം എന്നും ചിന്തിച്ചു. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ ക്രോധത്തിൽ എന്നെ ദണ്ഡിപ്പിക്കരുതേ. തുടർന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, യഹോവയായ ദൈവമേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. ജീവിത യാഥാർത്ഥ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ 6-ാം സങ്കീർത്തനം എഴുതിയ ഭക്തൻ മാത്രമല്ല, നാം എല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നവരാണ്. ഞാൻ ഈ അനുഭവിക്കുന്ന ശോധനകൾ, പരീക്ഷകൾ, പ്രതിസന്ധികൾ ദൈവകോപത്തിൻ്റെ ഭാഗമാണ്. ദൈവം എന്നോട് കോപിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ക്രോധത്താൽ സംഭവിക്കുന്നതാണ്. ദൈവം എന്നെ ശിക്ഷിക്കുകയാണ് എന്നൊക്കെ നാം ചിന്തിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ ആ കഷ്ടതയുടെ മധ്യത്തിൽ ഈ 6-ാം സങ്കീർത്തനം എഴുതിയ ഭക്തൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ആഴം നാം മറ്റു വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ. അദ്ദേഹം ഞെട്ടിപ്പോയ അവസ്ഥയാണ്, സംഭ്രമത്തിലാണ്, ഭ്രമിച്ചുപോയ അവസ്ഥയാണ്, അദ്ദേഹം തളർന്നുപോയ അവസ്ഥയാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. ദേഹം, ദേഹി, ആത്മാവ് തകർന്ന അവസ്ഥ, പ്രാണഭയം. എൻ്റെ പ്രാണനും അത്യന്തം ഭ്രമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാണഭയത്തെയാണ് നാം അവിടെ കാണുന്നത്. അങ്ങയുടെ കാരുണ്യ നിമിത്തം എന്നെ രക്ഷിക്കണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. മരണഭയത്തെ മുന്നിൽ കണ്ടുകൊണ്ട് 6-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നു. ദൈവത്തോടാണ് ചോദ്യം. മരണത്തിൽ നിന്നെക്കുറിച്ച് അഥവാ ദൈവത്തെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. പാതാളത്തിൽ ആരാണ് അങ്ങേക്ക് സ്തോത്രം ചെയ്യുക? അതിൻ്റെ അർത്ഥം, ദൈവമേ, ഞാൻ മരണഭയത്തിലാണെങ്കിലും ഞാനിപ്പോൾ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പാതാളത്തിൽ പോകേണ്ടി വന്നാൽ അവിടെ നിനക്ക് സ്തോത്രം ചെയ്യാൻ കഴിയില്ലല്ലോ. താൻ ജീവിച്ചിരിക്കണമെന്നും താൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നു. എന്നാൽ പ്രാണഭയം അദ്ദേഹത്തെ വേട്ടയാടുന്നു. പ്രിയമുള്ളവരെ, ഇതിനെല്ലാം കാരണം അദ്ദേഹത്തിൻ്റെ ശത്രുക്കളാണ് എന്ന് അദ്ദേഹം പറയുന്നു. 6-ാം സങ്കീർത്തനം 10-ാം വാക്യം അത് നമ്മെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ശത്രുക്കൾ എല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും,
അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. ഹല്ലേലൂയ. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്, ഞാൻ ഈ മരണവേദന അനുഭവിക്കുവാൻ കാരണം എൻ്റെ ശത്രുക്കളായിരുന്നു. എന്നാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ഞാൻ എന്താണ് ദൈവത്തോട് അപേക്ഷിച്ചത്? ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം എനിക്കുള്ളതുകൊണ്ട് ആ യഹോവയായ ദൈവം, ആ കർത്താവായ ദൈവം എൻ്റെ പ്രാർത്ഥന കൈക്കൊണ്ട് എന്നെ എൻ്റെ ശത്രുക്കളിൽ നിന്ന് വിടുവിക്കും. അതുകൊണ്ട് ഞാൻ ഇനിയും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും നന്ദി അർപ്പിക്കുവാൻ ജീവിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. ദാവീദിൻ്റെ മാത്രം അനുഭവമല്ല ഇത്, നമ്മുടെയും ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.